ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു പോപ്കോൺ മൈക്രോവേവ് പോപ്കോൺ പരിചയപ്പെടുത്താനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലെന്താ പ്രത്യേകത എന്നല്ലേ? ഇതിൽ ചെറിയൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് നാട്ടിലും ഇതേമാതിരി പോപ്കോൺ വാങ്ങിക്കാൻ കിട്ടും. നമ്മളത് ഒന്നെങ്കിൽ കുക്കറിലോ അല്ലെങ്കിൽ ഒരു ലിഡുള്ള ഒരു പാത്രത്തിലോ വെച്ചിട്ട് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനാണ് പതിവ് അല്ലേ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യലി ഇവിടെ എല്ലാവരും കൂടുതൽ ഉപയോഗിക്കുന്നത് മൈക്രോവേവ് ഓവനാണല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള ഐറ്റംസാണ് ഇവിടെ കൂടുതൽ. അപ്പോൾ ഓവനിൽ വെക്കണതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ പാക്കറ്റിൽ 3 100 ഗ്രാമിൻ്റെ പാക്കറ്റുകൾ ഉണ്ടായിരിക്കും. അത് ഓവനിൽ വെക്കാനാണ് അവർ ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ പാക്കറ്റുകളായിട്ടാണ് ഇതിലിരിക്കുന്നത്. ഈ പാക്കറ്റുകൾ ഫുള്ളി പാക്ഡ് ആണ്. അതായത് ഒരു പേപ്പർ കവർ മാതിരി അവർ പൊതിഞ്ഞുണ്ടാക്കിയിരിക്കുകയാണ് ഇതിനുള്ളിൽ. അങ്ങനെയുള്ള 3 പാക്കറ്റുകളാണ് ഇതിലുള്ളത് കേട്ടോ. അപ്പോൾ ഈ 3 പാക്കറ്റ് ഇവിടെയും കൂടി ഒന്നും കൂടി ഒരു ഇൻസ്ട്രക്ഷൻസ് ഒന്നും കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ 2 to 4 minutes കാണുന്നത് പോലെ മൈക്രോവേവിൻ്റെ ഉള്ളിൽ വെക്കുക. അത് 2 to 4 minutes എന്ന് പറയാൻ കാരണം ഓരോരുത്തർ ഓവൻ അനുസരിച്ചിരിക്കും, അതിൻ്റെ ചൂടൊക്കെ അനുസരിച്ചിരിക്കുമായിരിക്കും. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഒരു 3 മിനിറ്റിൽ തന്നെ ആയി കാണുന്നുണ്ട് ഇത് വെക്കുമ്പോൾ. ഇതേമാതിരി നമ്മൾ വെക്കുകയാണ്. അതിനുള്ളിൽ വേറൊരു പാത്രമോ കാര്യങ്ങളോ നമുക്കൊന്നും വേണ്ട. അതിനെ ബേസിലേക്ക് വെച്ച് കൊടുത്താൽ ഇത് ഫുള്ളി കവേർഡ് ആയതുകൊണ്ട് പൊട്ടിത്തെറിച്ചാലും പുറത്തേക്ക് ഒന്നും പോവില്ല. ഫുള്ളി കവേർഡാണ്. അങ്ങനെ 4 മിനിറ്റ് വെച്ച് നമ്മൾ എടുത്തപ്പോൾ ഉള്ളതാണ് നമ്മൾ കാണുന്നത് കേട്ടോ. വീർത്തിരിക്കണുണ്ടോ പാക്കറ്റ്? ജസ്റ്റ് ഇത് ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നമുക്ക് കറക്റ്റായിട്ട് പാകത്തിൽ നല്ല കരിയാണ്ട് നല്ല ഭംഗിയിൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സോൾട്ടഡ് ആണ് വാങ്ങിച്ചിരുന്നത് കേട്ടോ. സോൾട്ടഡ് മാത്രമല്ല കാരമൽ പോപ്കോണും ഒക്കെ ഫ്ലേവർ അനുസരിച്ചും ഇങ്ങനത്തെ പാക്കറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരു നല്ല സൺഡേ ആശംസിക്കുന്നു കേട്ടോ.